ഒരു 2000 തൊട്ട് 2019 വരെ ഹിന്ദി സിനിമ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സിനിമയിൽ ഡിമാൻഡുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു തമിഴ് ഇൻഡസ്ട്രി. പക്ഷേ ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയെക്കാട്ടിലും പിന്നിൽ കടന്നിരുന്ന കന്നഡ ഇൻഡസ്ട്രി ആയാലും തെലുങ്ക് ഇൻഡസ്ട്രി ആയാലും നമ്മുടെ മലയാള ഇൻഡസ്ട്രി ആയാലും ഇപ്പോൾ ടോപ്പിൽ നിന്നിട്ട് തമിഴ് ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു തമിഴ് ഇൻഡസ്ട്രി ഇപ്പോൾ ഏറ്റവും വലിയൊരു ഡൗൺ സ്റ്റേജിലെത്താൻ ആരാണ് കാരണം? ഇപ്പോൾ ആക്ടേഴ്സ് ആണോ, ഡയറക്ടേഴ്സ് ആണോ, റൈറ്റേഴ്സ് ആണോ എന്നൊക്കെ പലവർക്കും ഡൗട്ട് കാണും. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ 2000 തൊട്ട് 2005 വരെ തമിഴ് സിനിമയെ ഗ്രിപ്പിംഗ് ആയിട്ട് നിർത്തിക്കൊണ്ടിരുന്ന രണ്ട് പേരായിരുന്നു കമലഹാസനും രജനീകാന്തും. അവർ ഈ ഒരു ഇൻഡസ്ട്രീനെ എന്ന് പറഞ്ഞാൽ അവരൊരു മെയിൻ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ അതിന് പിന്നിലുണ്ടായിരുന്ന കുറച്ച് പേരായിരുന്നു വിക്രം, വിജയ്, സൂര്യ. പക്ഷേ ഇവർക്ക് അവരുടെ പൊക്കമെത്താനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നീട് ഒരു 2005 അല്ലെങ്കിൽ 2010 വരെ കാലഘട്ടത്തിൽ ആ ഒരു തമിഴ് സിനിമേനെ യൂത്തിൻ്റെ ഇടയിൽ വലിയൊരു ട്രെൻഡിങ് ആക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു ആക്ടറായിരുന്നു സൂര്യ ആയിരുന്നു ഏകദേശം അവിടുത്തെ ഒരു സെൻസേഷൻ എന്ന് പറയാം, ഒരു 2005 തൊട്ട് 2010 വരെ. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് രജനീകാന്ത് കൊടുത്തൊരു ബെഞ്ച് മാർക്കായിരുന്നു ശിവാജി എന്ന ചിത്രം, തമിഴ് ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ 100 കോടി ചിത്രം. അതിന് പിന്നാലെ തന്നെ തൊട്ടടുത്ത വർഷം കമലഹാസൻ ദശാവതാരം ചിത്രത്തിലൂടെ 100 കോടി അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബെഞ്ച് മാർക്കൊക്കെ നടത്തി യൂത്തിൻ്റെ ഇടയിൽ സെൻസേഷനൊക്കെ ആയി സൂര്യം എത്തി. അങ്ങനെ ഒരു 2015 വരെ സ്മൂത്തായി പൊക്കോട്ടിരുന്ന ടൈമിൽ രജനീകാന്ത് അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുന്നു. തമിഴിൽ തന്നെ ആദ്യത്തെ 300 കോടിയായിട്ട് എന്തിരൻ മാറുന്നു. അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് അടുത്തടുത്തായി രജനീകാന്ത് കൊടുത്തുകൊണ്ട് പോയി പുള്ളിയുടെ ഒരു സ്റ്റാർഡം അങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പിന്നീട് 2010 തൊട്ട് തമിഴ് സിനിമേനെ ഒരു 2015 വരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വിജയും അജിത്തും ആയിരുന്നു. വിജയ്ക്ക് ആദ്യത്തെ 100 കോടി കിട്ടി തുടങ്ങിയത് തുപ്പാക്കി എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു. ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു സൂര്യയുടെ ഡൗൺഫാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അജിത്ത് ആ ഒരു ടൈമിൽ വേതാളം പോലുള്ള കിടിലം ഒരു ഫെസ്റ്റിവൽ മൂഡ് പടമൊക്കെ ഇറക്കി ഒരു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിലും ആ ഒരു തമിഴ് സിനിമേനെ സേഫ് സോണിലാക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ 100-150 കോടിയൊക്കെ നിസ്സാരമായി തൂക്കിയിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. പിന്നെ 2015 തൊട്ട് വീണ്ടും കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് വിജയ്, അജിത്ത്, രജനീകാന്താണ്. ബട്ട് ആ ഒരു ടൈമിലൊക്കെ കമലഹാസൻ്റെ സ്റ്റാർഡൊക്കെ കുറച്ച് രീതി ഇടിഞ്ഞു. പിന്നെ വിക്രത്തിൻ്റെ കാര്യം പറയുകയോ വേണ്ട. ആ ഒരു 2000-2005 വിക്രത്തിൻ്റെ പേരുണ്ടായിരുന്നിട്ട് പോലും പിന്നീട് പുള്ളിക്ക് അതേ ഒരു കൺസിസ്റ്റൻസി മുഴുവനായിട്ട് ഇവരുടെ ഒപ്പം കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. സൂര്യ ആയാലും ആ ഒരു 2015 തൊട്ട് 2019 വരെ പുള്ളി ഉണ്ടെങ്കിൽ പോലും പുള്ളി സിനിമകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്ക് ഒരു ഗ്രോത്തിലോട്ട് എത്താൻ സാധിച്ചില്ല. 2015 തൊട്ട് 2019 വരെയൊക്കെ തമിഴ് സിനിമയുടെ പീക്കാന്ന് ഞാൻ പറയും. കാരണം വിജയ്ക്ക് മെർസൽ തെരി പോലുള്ള പടങ്ങളുണ്ടായിരുന്നു. പിന്നീട് ജസ്റ്റ് ഒരു ഫാമിലി പടമായിട്ടുള്ള അജിത്ത് വന്ന് വിശ്വാസത്തിലൂടെ 250 കോടി തൂക്കുന്നു. അതിനൊപ്പം തന്നെ പേട്ട എന്ന മാസ് എൻ്റർടൈനർ സിനിമയിലൂടെ രജനീകാന്തും 100-150 കോടിയൊക്കെ തൂക്കുന്നു. ആ ലെവലിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ എല്ലാവരും തന്നെ ആദ്യത്തെ 1000 കോടിയൊക്കെ തമിഴ് സിനിമ അച്ചീവ് ചെയ്യുന്നതായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് ആ ഒരു ടൈമിലായിരുന്നു ബാഹുബലി ഇറങ്ങി തെലുങ്ക് ഇൻഡസ്ട്രി ആ ഒരു 1000 കോടിയൊക്കെ തന്നെ അച്ചീവ് ചെയ്തിട്ടുള്ളത്. അതേ ടൈമിൽ എനിക്കൊന്ന് 2019 തന്നെ കന്നഡ ഇൻഡസ്ട്രി വഴി KGF സിനിമയും പുറത്തിറങ്ങി. പിന്നെ 2020 ശേഷമാണ് എല്ലാ ഇൻഡസ്ട്രിയുടെയും കഥ തന്നെ മാറുന്നത്. മാസ്റ്റർ എന്ന ചിത്രത്തിലൂടെ വീണ്ടും ഒരു 250 കോടിയൊക്കെ അടിച്ച് തമിഴ് സിനിമ വീണ്ടും കംബാക്ക് അടിച്ച് നിൽക്കുന്ന ടൈമിൽ നമ്മുടെ മലയാള സിനിമയൊക്കെ ഭയങ്കര രീതിയിൽ ഡൗൺഫാളിലോട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ആ ഒരു തമിഴ് സിനിമ പിന്നീട് ഗ്രോത്ത് ഏകദേശം ഒരു 2023 ഒക്കെ ആയപ്പോൾ ജയിലർ, ലിയോ പോലുള്ള സിനിമകളൊക്കെ 600 കോടിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ചിത്രത്തിനും 1000 കോടിയുടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും ജയിലർ 2ൻ്റെ വേണ്ടത്ര ഹൈപ്പും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ 1000 ഒക്കെ അടിച്ചേനെ. പക്ഷേ ലിയോ 2ന് അമിത ഹൈപ്പ് ആയതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ചിത്രത്തിനും ഒരു 1000 കോടിയൊന്നും അച്ചീവ് ചെയ്യാനൊന്നും സാധിച്ചില്ല. അതിനുശേഷം തമിഴ് സിനിമയുടെ വലിയൊരു ഡൗൺഫാളിലോട്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം വിജയ് പിന്നീടുള്ള അഭിനയിച്ചിട്ടുള്ള ഗോട്ടിനായാലും വലിയ രീതിയിൽ സക്സസ് എത്തിയില്ല. പിന്നെ പുള്ളി രാഷ്ട്രീയത്തിലോട്ടെല്ലാം തന്നെ പോയി. രജനി പിന്നെ അഭിനയിച്ച ഒരു ചിത്രമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, വേട്ടയൻ എന്ന ചിത്രമൊക്കെ വന്നെങ്കിൽ പോലും വലിയൊരു സക്സസ്സിലോട്ടൊന്നും എത്താൻ സാധിച്ചില്ല. പിന്നെ കമലഹാസനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും കമലഹാസൻ ഒരു 2022 വിക്രത്തിന് ശേഷം പിന്നീട് ഒരു സക്സസ്സും പുള്ളിക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല. പിന്നെ അജിത്തൊക്കെ ആയാലും ഗുഡ് ബൈ ഡഗ്ലി പോലുള്ളൊരു എന്ന് പറഞ്ഞാൽ ഫാൻസിന് വേണ്ടി ഒരു പടം ചെയ്തു 250 കോടി രൂപയ്ക്ക് അടുത്തോളം അടിച്ചിട്ട് പുള്ളി റേസിങ്ങും പരിപാടികളൊക്കെ തന്നെ ആയിപ്പോയി. പിന്നെ സൂര്യയുടെ കാര്യം പറയണ്ടല്ലോ, 10-13 വർഷമായിട്ട് ഒരു ഹിറ്റ് പോലും ഇല്ലാതെ പുള്ളിക്കൊരു ബോക്സ് ഓഫീസ് കംബാക്കിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ ഒരു ടൈമിൽ അടുത്തത് ആരായിരിക്കും ആ ഒരു പ്ലേസിലോട്ട് എത്തുക? ഇപ്പോൾ രജനീകാന്തൊക്കെ ആയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ റിട്ടയർമെൻ്റ് ഒക്കെ തന്നെ പ്രഖ്യാപിക്കും. കമലഹാസനൊക്കെ തന്നെ ഏകദേശം അതേ ഒരു മൂഡ് തന്നെയാണ്. ഇപ്പോൾ വിജയൊക്കെ തന്നെ ആയാലും രാഷ്ട്രീയത്തിലോട്ട് തന്നെ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ അജിത്ത് റേസിങ്ങും പരിപാടികളൊക്കെ തന്നെ ആയിപ്പോയി. ഇനി ആരായിരിക്കും തമിഴ് സിനിമയുടെ ടോപ്പിലെത്തുക എന്ന് എക്സ്പെക്ട് ചെയ്ത സമയത്തായിരുന്നു ശിവകാർത്തികേയൻ്റെ അമരൻ പോലുള്ള സിനിമയൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ളത്. അമരന് ശേഷം പുള്ളിക്ക് ശിവകാർത്തികേയനായാലും ഒരു പ്രോപ്പർ സ്റ്റെബിലിറ്റിയും പരിപാടിയൊന്നും കിട്ടിയിട്ടില്ല. ധനുഷിൻ്റെ കാര്യം പറയണ്ടല്ലോ, ധനുഷിന് നല്ലൊരു സ്റ്റാർഡും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും പുള്ളി അത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ടൊക്കെ തന്നെ പുള്ളിക്ക് ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ തമിഴിലെ ഇൻഡസ്ട്രിയിലെ അടുത്ത നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലോട്ടൊന്നും തന്നെ എത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കെൻ എന്ന് പറഞ്ഞ പുതുമുഖ നടനും പിന്നെ പ്രദീപ് രംഗനാഥ്
വിശ്വനാഥൻ ഇവർക്കൊക്കെ തന്നെ ഒരു 100 കോടിയൊക്കെ തന്നെയാണ് അച്ചീവ് ചെയ്യാൻ മാക്സിമം പറ്റുന്നത്. പക്ഷേ ബാക്കിയുള്ള ഇപ്പോൾ രജനി, കമൽ, വിജയ്, അജിത്ത്, സൂര്യ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു വൈഡർ ഓഡിയൻസിലോട്ട് അറ്റൻഷനും വലിയ ഫാൻ ബേസും ഉള്ളതുകൊണ്ടൊക്കെ തന്നെ 500 കോടി 1000 കോടിയൊക്കെ ഹൈപ്പ് വെച്ച് സുഖമായിട്ട് എടുക്കാവുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇവരൊക്കെ തന്നെ സിനിമയിൽ നിന്ന് ബാക്കൗട്ടായി നിൽക്കുന്നതുകൊണ്ടാണ് തമിഴ് ഇൻഡസ്ട്രി ഏറ്റവും വലിയൊരു ഡൗൺഫാളിലോട്ട് പോകാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ പണ്ടത്തെ രീതിയിലുള്ളൊരു മാസ് മസാല പടങ്ങളോ സ്ക്രിപ്റ്റിങ്ങോ ഒന്നും തന്നെ ഇപ്പോഴും വരുന്നില്ല. അതും ഈ ഒരു സിനിമയുടെ ഒരു പോരായ്മ തന്നെയാണ്. ആരുമില്ലാതെ ഇനി ആരായിരിക്കും തമിഴ് സിനിമയിൽ എത്തുക എന്ന് പറഞ്ഞ് ഒരു പ്രോപ്പർ ടൈമിൽ തന്നെ ഇപ്പോൾ സൂര്യ കറുപ്പിലൂടെ ഒരു കിടിലൻ കമ്പാക്ക് അടിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഇനിയും വരാനിരിക്കുന്ന ലൈനപ്പുകളൊക്കെ തന്നെ കിടിലമാണ്. വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന സിനിമയായാലും സൂര്യ 47 എന്ന ചിത്രമായാലും ഇനി സൂര്യ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് പോവുക. അങ്ങനെ ആക്കി പോവുകയാണെങ്കിൽ അടുത്ത തമിഴ് സിനിമയിൽ ടോപ്പിൽ നിൽക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് സൂര്യ. ഇപ്പോൾ താഴെ പോയി കിടക്കുന്ന തമിഴ് ഇൻഡസ്ട്രീനെ ടോപ്പിലോട്ട് എത്തിക്കാൻ കഴിവുള്ള ഒരു ആക്ടർ തന്നെയാണ് സൂര്യ. അതിന് ഭദ്രമായ പ്രൊജക്റ്റും പുള്ളിയുടെ കയ്യിലുണ്ട്. അത് പ്രോപ്പർലി അടിക്കുകയാണെങ്കിൽ തമിഴ് സിനിമയ്ക്ക് വേണ്ട 1000 കോടിയൊക്കെ സൂര്യയ്ക്ക് വരെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ്. എല്ലാ ഇൻഡസ്ട്രീസും കമ്പാക്ക് അടിക്കുന്ന ഒരു ടൈം തന്നെയാണ്. തമിഴ് ഇൻഡസ്ട്രീസിനും ഇനിയും കമ്പാക്ക് അടിക്കാൻ സാധിക്കട്ടെ.